അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, അള്ളാഹുവിന്റെ ലിഖാഇന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അഹ്ലുകാരെ ബഹുമാനിക്കട്ടെ. സ്വഹാബത്ത് ചോദിച്ചു, ആരാണ് നബിയെ അള്ളാഹുവിന്റെ അഹ്ലുകാർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, അഹ്ലുല്ലാഹി ഫിദ്ദുനിയ അല്ലദീന യഖറഊനൽ ഖുർആന. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ അഹ്ലുകാർ. അല, നിങ്ങൾ അറിയണം, മൻ അക്രമഹു, അള്ളാഹുവിന്റെ അഹ്ലുകാരെ ആരെങ്കിലും ബഹുമാനിച്ചാൽ ഫഖദ് അക്രമഹുല്ലാഹു, ആ ബഹുമാനിച്ചവനെ അള്ളാഹു ബഹുമാനിക്കുന്നതാണ്. വഅതാഹുൽ ജന്ന, അവൻക്ക് സ്വർഗം നൽകുന്നതാണ്. വമൻ അഹാനഹും, ആരെങ്കിലും അള്ളാഹുവിന്റെ അഹ്ലുകാരെ നിന്ദിച്ചാൽ ഫഖദ് അഹാനഹുല്ലാഹു, അള്ളാഹു ആ നിന്ദിച്ചവനെ നിന്ദിക്കുന്നതാണ്. വഅദ്ഖലഹുന്നാർ, അവൻക്ക് നരകം നൽകുന്നതുമാണ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ഓതുന്ന ആളുകളെ അള്ളാഹു അവന്റെ അഹ്ലുകാർ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പരിശുദ്ധമായ ഖുർആൻ അവതരിച്ച മാസമാണല്ലോ. ആ മാസത്തിൽ നാം ധാരാളം പരിശുദ്ധമായ ഖുർആനിനെ ഓതേണ്ടതുണ്ട്. അതോടുകൂടെ തന്നെ നാം ചേർത്തി വായിക്കേണ്ടത്, പരിശുദ്ധമായ ഖുർആനിന്റെ അഹ്ലുകാരായ ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ നാം ബഹുമാനിക്കേണ്ടതുണ്ട്. അങ്ങനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഖിറം വെളിച്ചമാകും. ആരെങ്കിലും പണ്ഡിതന്മാരെ, ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ നിസ്സാരമാക്കിയാൽ, നിന്ദിച്ചാൽ നമ്മുടെ ആഖിറം മോശമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, പരിശുദ്ധമായ ഖുർആനിനെ ചുമക്കുന്ന ആളുകളെക്കാൾ ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിന്റെ അരികിൽ വേറെ ആരുമില്ല എന്ന്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അഹ്ലുകാരെ നാം ബഹുമാനിക്കാൻ മറന്നു പോകരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.